ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, വരാൻ പോകുന്ന APO പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സമഗ്രമായ മുന്നൊരുക്കമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മറ്റു ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കണ്ട് നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് വേണ്ടി പറയുന്ന ചോദ്യങ്ങളും ഇതിന് മുൻപത്തെ വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾ മാക്സിമം കാണണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ മാത്രമല്ല ആ ക്ലാസ്സുകളിലെ കാര്യങ്ങളും ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം കുറേയധികം നല്ല ചോദ്യങ്ങൾ, അതായത് +2 നിലവാരത്തിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കുന്നതുമായ ചോദ്യങ്ങളും തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് അവസാനം വരെ കണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ ഒരു സമഗ്രമായ എക്സാം വിശകലനം. ഓക്കെ മകളെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്. ഒരു ജാമിതീയ പുരോഗതിയിൽ 5-ാം പദം ആദ്യ പദത്തിൻ്റെ 16 മടങ്ങാണ്. ആദ്യ പദം 2 ആണെങ്കിൽ 7-ാമത്തെ പദം കണ്ടെത്തുക. ഓപ്ഷൻ ഉണ്ട് 128, 256, 512, 1024. അടുത്തിടെ 2025 ചോദിച്ചൊരു ചോദ്യം മക്കളെ, GP ജാമിതീയ ശ്രേണി അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, സമഗുണിത ശ്രേണി എന്ന് മലയാളം, ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് ഇംഗ്ലീഷ്. അവർ കൊടുത്തിരിക്കുന്നതാണ് ജാമിതീയ പുരോഗതിയിൽ എന്ന് പറഞ്ഞാൽ ജാമിതീയ ശ്രേണി, അതായത് GP ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 5-ാം പദം മക്കളെ ആദ്യ പദത്തിൻ്റെ 16 മടങ്ങാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവാൻ ഞാൻ ആ പദങ്ങളെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. മക്കളെ, 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, 5-ാം പദം. ഈ 5-ാം പദം എന്നത് മക്കളെ, ഈ 5-ാം പദം എന്നത് ആദ്യ പദത്തിൻ്റെ 16 മടങ്ങാണെന്ന് പറയുന്നത്. ആദ്യ പദത്തിൻ്റെ 16 മടങ്ങ്. നമ്മൾ സമാന്തര ശ്രേണി ആയിക്കോട്ടെ, സമഗുണിത ശ്രേണി ആയിക്കോട്ടെ, ആദ്യ പദത്തിനെ മക്കളെ നമ്മൾ എപ്പോഴും A എന്നാണ് വിളിക്കുന്നത്. ആദ്യ പദത്തിനെ മക്കളെ നമ്മൾ എപ്പോഴും A എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണോ? ആദ്യ പദത്തിനെ നമ്മൾ എപ്പോഴും A എന്ന് വിളിക്കും. സമാന്തര ശ്രേണിയാണെങ്കിൽ മക്കളെ ഇതിനോടൊപ്പം D കൂട്ടി ഇവിടെ എഴുതും, വീണ്ടും D കൂട്ടി എഴുതും. എന്നാൽ സമഗുണിത ശ്രേണിയാകുമ്പോൾ ഇതിനോടൊപ്പം ഗുണിച്ചിവിടെ എഴുതും. ആ ഗുണിക്കുന്ന സംഖ്യയെ നമ്മൾ തൽക്കാലം 6 എന്ന് വിളിക്കും. കോമൺ റേഷ്യോ എയോടൊപ്പം 6 ഗുണിച്ചിവിടെ എഴുതും. അതിനോട് വീണ്ടും 6 ഗുണിക്കും. 6 എന്ന സ്മോൾ ലെറ്റർ വീണ്ടും 6 ഗുണിക്കും. അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. അതാണ് സമഗുണിത ശ്രേണി. ഓക്കെ, ഇനി പറയുന്നു ഒരു ജാമിതീയ പുരോഗതിയിൽ 5-ാം പദം ആദ്യ പദത്തിൻ്റെ 16 മടങ്ങാണ്. അപ്പോൾ 5-ാം പദം എന്നത് മക്കളെ ഇവൻ ആദ്യ പദത്തിൻ്റെ 16 മടങ്ങ്. ആദ്യ പദത്തിൻ്റെ 16 മടങ്ങ്. ആദ്യ പദം മക്കളെ A അല്ലേ? ആദ്യ പദം ഞാൻ A എന്നല്ലേ വിളിച്ചത്? എങ്കിൽ 5-ാം പദം എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിൻ്റെ 16 മടങ്ങ്. ആദ്യ പദത്തിൻ്റെ 16 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇവിടെ 16A. ഓക്കെ, 5-ാം പദം എന്നത് മക്കളെ ആദ്യ പദത്തിൻ്റെ 16 മടങ്ങ്. 5-ാം പദം എന്നത് ആദ്യ പദത്തിൻ്റെ 16 മടങ്ങ്. ഇനി അവർ പറയുന്ന മക്കളെ ആദ്യ പദം 2 ആണെന്ന്. ആദ്യത്തെ പദം 2 ആണെന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പദം ഇവിടെ 2. എങ്കിൽ 7-ാമത്തെ പദം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. 7-ാമത്തെ പദം കണ്ടെത്തണം മക്കളെ. അതിനൊന്നുമില്ല. ഫസ്റ്റ് പദം 2 ആണ്. ഇവിടെ നമുക്കറിയാം ആദ്യ പദത്തിൻ്റെ 16 ഇരട്ടി ഇവിടെ. അപ്പോൾ ഇവിടെ 16 × 2 മക്കളെ 32 എന്ന് വരത്തില്ലേ? 32 എന്ന് വരും. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ആദ്യ പദം 2 ആണെന്ന് മനസ്സിലായി, 5-ാം പദം 32 ആണെന്ന് മനസ്സിലായി. ശരി, എങ്കിൽ നമുക്ക് 7-ാം പദം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും 6-ാം പദം, അടുത്ത 7-ാം പദം, ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവനെയാണ് കണ്ടെത്തേണ്ടത്. അതിന് നിങ്ങൾ അറിയേണ്ട എത്രയുള്ള മക്കളെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യ പദത്തിനോട് ഒരു തവണ 6 ഗുണിക്കുമ്പോൾ 2-ാം പദം കിട്ടും. ഒരു തവണ കൂടി 6 ഗുണിക്കുമ്പോൾ 3-ാം പദം കിട്ടും. വീണ്ടും മക്കളെ 6 ഗുണിക്കുമ്പോൾ 4-ാം പദം കിട്ടും. വീണ്ടും മക്കളെ 6 ഗുണിക്കുമ്പോൾ 5-ാം പദം കിട്ടും. എങ്കിൽ പറ, ആദ്യ പദം 2 അല്ലയോ? 2-നോട് 6 ഗുണിച്ച് 6 ഗുണിച്ച് 6 ഗുണിച്ച് 6 ഗുണിച്ച് 6 4 തവണ ഗുണിച്ചു, 6 2 തവണ ഗുണിച്ചാൽ R², 6 3 തവണ ഗുണിച്ചാൽ R³ അപ്പോൾ 2-നോടൊപ്പം മക്കളെ 6⁴ ഗുണിച്ചതിൻ്റെ ഫലമല്ലേ മക്കളെ 32 അല്ലേ? ആദ്യ പദം 2-നോട് ഒരു തവണ 6 ഗുണിച്ചാൽ 2R ആണെങ്കിൽ 2-ാം പദം കിട്ടും. 2 × R × R ചെയ്താൽ മക്കളെ 3-ാം പദം. 2 × R × R × R ചെയ്താൽ 4-ാം പദം. 2 × R × R × R × R ചെയ്താൽ മക്കളെ 5-ാം പദം. അപ്പം 2 × R⁴ ആണ് 32. എങ്കിൽ മക്കളെ 6⁴ മാത്രം വില കണ്ടുപിടിക്കാൻ 6 എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ 32 ഈ 2-നെ അപ്പുറത്തോട്ട് ഹരിക്കുന്നു, /2 എന്ന് വരും.
6/4 എന്ന് പറഞ്ഞാൽ മക്കളെ 16 അല്ലേ? 6/4 എന്ന് പറഞ്ഞാൽ മക്കളെ 16 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയുടെ 4ാമത്തെ പവർ 16 ആണെന്ന്. ഏതോ ഒരു സംഖ്യയുടെ 4ാമത്തെ പവർ 16 എങ്കിൽ ഏത് സംഖ്യയുടെ 4ാമത്തെ പവർ ആണെന്ന് കണ്ടുപിടിക്കാൻ 4th റൂട്ട് ഓഫ് 16 എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ 4 വട്ടം ഗുണിച്ചാൽ 16 കിട്ടുമെന്ന്. ഏത് സംഖ്യ 4 വട്ടം ഗുണിച്ചാൽ മക്കളെ 16 കിട്ടുന്നത്? അത് 2 അല്ലേ? എടാ 6/4 16 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യ 4 വട്ടം ഗുണിച്ചാൽ 16 കിട്ടുമെന്ന്. അതേതാ മക്കളെ? 2 എന്ന സംഖ്യ. അപ്പോൾ മനസ്സിലായി 6 2 ആണ്. കോമൺ റേഷ്യോ 2 ആണ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് കണ്ടെത്തേണ്ട എന്താ? 7ാം പദമല്ലേ? 7ാം പദം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 7ാം പദം കണ്ടുപിടിക്കാൻ എടാ എൻ്റെ കയ്യിൽ 5ാം പദം കൊണ്ട് 32. ഈ 32നോട് വീണ്ടും ഒരു കോമൺ റേഷ്യോ ഗുണിച്ചാൽ ആ കോമൺ റേഷ്യോ 2 അല്ലേ? അപ്പോൾ ഒരു 2 ഗുണിച്ചാൽ മകളെ 6ാം പദം കിട്ടത്തില്ലേ? 5ാം പദമായ 32നോട് ഒരു തവണ 2 ഗുണിച്ചാൽ 6ാം പദം കിട്ടും. വീണ്ടും ഒരു തവണ കൂടി 2 ഗുണിച്ചാൽ മക്കളെ 7ാം പദം കിട്ടത്തില്ലേ? കിട്ടും. അതായത് 32 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ. മക്കളെ 32 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ ഗുണിച്ചാൽ മതി. അതായത് 32 ഇൻറ്റു 4 128 എന്ന് വരും. അതായത് ഈ ശ്രേണിയുടെ 7ാം പദം മക്കളെ 128 ആകുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോൾ നമ്മുടെ മക്കളെ 7ാമത്തെ പദം 128 ആണ്. ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതട്ടെ. ഓക്കെ അല്ലേ? ഒന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് വേഗത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കി. എടാ 2ാം പദം നമ്മുടെ കയ്യിലുണ്ട്. ആദ്യ പദം നമ്മുടെ കയ്യിലുണ്ട് 2. ആദ്യ പദം നമ്മുടെ 2 തന്നിട്ടുണ്ട്. ഇനി പറയുന്നു 5ാം പദം മക്കളെ 5th ടൈം. എടാ 5th ടൈം എന്ന് പറയുന്നത് 32 അല്ലേ? അതായത് ആദ്യ പദത്തിൻ്റെ 16 ഇരട്ടി. ആദ്യ പദം 2, അതിൻ്റെ 16 ഇരട്ടി ചെയ്യുമ്പോൾ മക്കളെ 32 എന്ന് വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. 1ാം പദത്തിൽ നിന്ന് 5ാം പദത്തിലോട്ട് പോകാൻ. എടാ 1ാം പദത്തിൽ നിന്ന് അതായത് 1ാം പദം 2, അതിനോട് 5ാം പദത്തിലോട്ട് പോകാൻ 6/4 ചെയ്താൽ മതി. 6/4. 6നെ 4 വട്ടം ഗുണിക്കണം. 1ാം പദത്തിൽ നിന്ന് 5ാം പദത്തിലോട്ട് പോകാൻ 6നെ 4 വട്ടം ഗുണിക്കണം. 6/4. അതിൻ്റെ ഫലമാണ് മക്കളെ 32. അപ്പോൾ ഇതിനകത്ത് നിന്ന് 6 കണ്ടുപിടിച്ചപ്പോൾ 2 കിട്ടി. ഇവിടെ 6ൻ്റെ വില 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5ാം പദം നമ്മുടെ കയ്യിലുണ്ട്. ഇതിനോടൊപ്പം അതായത് 32നോടൊപ്പം അപ്പോൾ 2 തവണ കൂടി കോമൺ റേഷ്യോ ഗുണിച്ചാൽ മതി. 2 തവണ കൂടി 2 ഇൻറ്റു 2 അതായത് 32 ഇൻറ്റു 4 128 എന്ന് വരും. മനസ്സിലായോ? ക്ലിയർ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 0.125 ദി ഹോൾ ക്യൂബിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 ദി ഹോൾ സ്ക്വയർ കിട്ടുന്നത്? മക്കളെ 0.125 ദ ഹോൾ ക്യൂബിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 ദി ഹോൾ സ്ക്വയർ കിട്ടുന്നത്? അപ്പം നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കി. ഓപ്ഷൻ ഉണ്ട് 8, 4, 16, 12. നോക്കി മക്കളെ 0.125 എന്നതിൻ്റെ ഹോൾ ക്യൂബിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. നോക്കണേ, നല്ല ചോദ്യം. ഏതോ ഒരു സംഖ്യ. ആ സംഖ്യ എനിക്കറിയത്തില്ല, ഞാനതിനെ എക്സ് എന്ന് വിളിക്കും. അങ്ങനെ ഗുണിച്ചപ്പോൾ മക്കളെ എന്ത് കിട്ടുന്നു? 0.125 അല്ലേ? 0.125ൻ്റെ ഹോൾ സ്ക്വയർ കിട്ടുന്നു. 0.125ൻ്റെ ഹോൾ സ്ക്വയർ കിട്ടുന്നു അല്ലേ? എടാ 0.125നെ ഏത് എണ്ണൽ സംഖ്യ? ആ എണ്ണൽ സംഖ്യ ഞാൻ എക്സ് എന്ന് വിളിച്ചു. കൊണ്ട് ഗുണിക്കുമ്പം 0.125ൻ്റെ ഹോൾ സ്ക്വയർ കിട്ടുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ എക്സിനെ കണ്ടുപിടിക്കാൻ ഇവനെ അവിടെ തന്നെ എഴുതും. അങ്ങനെ എഴുതുമ്പോൾ മക്കളെ നമുക്കറിയാം 0.125ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.125 ഇൻറ്റു 0.125 എന്നല്ലേ ആണ്. എടാ 0.125ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 വട്ടം എഴുതി ഗുണിക്കാന്നാണ്. ഡിവൈഡഡ് ബൈ 0.125ൻ്റെ ക്യൂബ് താഴെ വരും. അപ്പോൾ 0.125ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ മക്കളെ 0.125 ഇൻറ്റു 0.125 ഇൻറ്റു 0.125. കുറച്ച് ഉപയോഗിക്കും. ഇത്രയും നീട്ടി എഴുതേണ്ട ആവശ്യം ഉണ്ടോടാന്ന്? ഇല്ല, എനിക്കറിയാം, ഇല്ല, ഒന്നുമില്ല. 0.125ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 0.125ൻ്റെ ക്യൂബ് എന്ന് എഴുതിയാൽ മതി. പിന്നെ കുറച്ച് പേർ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അവിടെ 2 തവണ എഴുതി ഗുണിച്ച്, മേളിൽ താഴെ 3 തവണ എഴുതി ഗുണിച്ച്. മക്കളെ ഇവിടുത്തെ 0.125 ഇവിടുത്തെ 0.125 വെട്ടാം. വീണ്ടും 0.125 0.125 വെട്ടാം. ഈക്വൽ ടു മുകളിൽ എല്ലാവരും വെട്ടിപ്പോയെങ്കിൽ ഒരു 1 ഉണ്ട്. താഴെ മക്കളെ 0.125 ഉണ്ട് അല്ലേ? എക്സ് ഈക്വൽ ടു 0.125 എന്ന് കിട്ടും. 1/1.125 കിട്ടും മക്കളെ. അല്ലാതെയും കിട്ടുമായിരുന്നു. എങ്ങനെയാ? 0.125ൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.125ൻ്റെ ഹോൾ ക്യൂബ്. ഇതെങ്ങനെയാണ് കിടക്കുന്നത്? ഇത്
a/m ഡിവൈഡഡ് ബൈ a/n എന്നാ അല്ലേ, a/m ഡിവൈഡഡ് ബൈ a/n. അപ്പോൾ എന്ത് വരും? 0.125 റൈസ് ടു m - n. 2 - 3 എന്ന് പറഞ്ഞാൽ -1 അല്ലേ, 0.125 -1 എന്ന് വരും. ശരിയാണോ? -1 വരുമ്പം ഇതിനെ മേളിൽ കൊണ്ടുപോയി തിരിച്ചെഴുതി ഗുണിക്കും അല്ലേ മക്കളെ? എടാ കാര്യം 0.125 -1 എന്ന് വരും. ഈ -1 എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ -1 കളയാൻ വേണ്ടി ഇതിനെ തിരിച്ചെഴുതും. അപ്പം 0.125 എന്ന് വരും അല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഞാൻ അതിന് പകരം ഇങ്ങനെ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ മക്കളത് ഇങ്ങനെ വരും. എക്സിൻ്റെ വില 1 ഡിവൈഡഡ് ബൈ 0.125 എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ 0.125. എക്സിൻ്റെ വില ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? നോക്ക്, വൃത്തിയായിട്ട് നോക്ക്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നമ്മുടെ ചോദ്യം, എടാ ഇതിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 ദി ഹോൾ സ്ക്വയർ കിട്ടുക എന്നതാണ്. ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ മക്കളെ ഇവനെ എണ്ണൽ സംഖ്യ ആക്കണം. എങ്ങനെ എണ്ണൽ സംഖ്യ ആക്കും? അതിനൊന്നുമില്ല. നമുക്കറിയാം, ആദ്യം ഇവിടുത്തെ പോയിന്റ് മാറ്റണം. പോയിന്റ് മാറ്റാൻ എന്താ ചെയ്യുക? നമുക്കറിയാം 3 പോയിന്റ് ഉണ്ടെങ്കിൽ 3 പൂജ്യമുള്ള 1000 കൊണ്ട് ഗുണിക്കണം. 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ മക്കളെ മുകളിലും താഴെയും 1000 കൊണ്ട് ഗുണിക്കണ്ടേ? വേണം. അപ്പം മുകളിൽ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിൽ 1 × 1000 1000 എന്ന് വരും. ഡിവൈഡഡ് ബൈ 0.125 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 125 എന്ന് വരും. ഇനി നിങ്ങൾക്കറിയാം, എടാ 125 കറക്റ്റ് 8 തവണയാണ് 1000-ൽ. 125-നകത്ത് 125 ഒരു തവണ, 125 8 തവണ 1000 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില മക്കളെ 8 എന്ന് കിട്ടും. എടാ എക്സിൻ്റെ വില 8 എന്ന് കിട്ടും. എങ്കിൽ ഇവനോട് 8 എന്ന എണ്ണൽ സംഖ്യ ഗുണിച്ചാൽ മക്കളെ 0.125 ദി ഹോൾ സ്ക്വയർ കിട്ടും. നമ്മുടെ ശരി ഉത്തരം 8 ആണ്. മനസ്സിലായോ? എളുപ്പമല്ലേ? നല്ല ചോദ്യമാണ് മക്കളെ. +2 ഡിഗ്രി നിലവാരത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയറായി കാണും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ഒരു നല്ല ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു പെട്ടിയിൽ 1 മുതൽ 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. കണ്ണടച്ചുകൊണ്ട് ഒരു പേപ്പർ കഷ്ണം എടുത്താൽ താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതാണ് ചോദ്യം. മക്കളെ, ഒരു പെട്ടിയിൽ 1 മുതൽ 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. കണ്ണടച്ചുകൊണ്ട് ഒരു പേപ്പർ കഷ്ണം എടുത്താൽ താഴെ പറയുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്ന ശരിയായതാണ് വേണ്ടത്. ശരിയായത്. നമ്മൾ ആദ്യം ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ടത് ശരിയായതാണോ തെറ്റായതാണോ? അവർ പറയാറുണ്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്. നമ്മളെ പലപ്പോഴും വഴിതിരിച്ചു വിടാൻ വേണ്ടി അല്ലെങ്കിൽ വഴി തെറ്റിക്കാൻ വേണ്ടി ശരിയല്ലാത്തത് എന്ന് ചോദിക്കും. മക്കളെ, അവർക്ക് നേരിട്ട് തെറ്റായ ഏതെന്ന് ചോദിച്ചാൽ പോരെ? പിന്നെ എന്തിനാ ഇങ്ങനെ ശരിയല്ലാത്തത് ഏതെന്ന് ചോദിക്കുന്നത്? നമ്മളത് വായിക്കുമ്പം നമുക്ക് പിടി കിട്ടണടാ ശരിയായത് ഏത് എന്നങ്ങ് വായിച്ചു പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശരിയല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും ഒരു പ്രസ്താവന ചോദ്യത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ശരിയായതാണോ നമുക്ക് വേണ്ടത്, തെറ്റായതാണോ? ശരിയായതാണോ തെറ്റായതാണോ നമുക്ക് വേണ്ടത്? ഇവിടെ ശരിയായതാണ് വേണ്ടത്. ശരിയായതാണ് നമുക്ക് വേണ്ടത്. ശരിയാണോ? അപ്പോൾ പറ, ഒരു പെട്ടിയിൽ മക്കളെ 1 മുതൽ 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. 1 മുതൽ 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. കണ്ണടച്ചുകൊണ്ടൊരു പേപ്പർ കഷ്ണം എടുത്താൽ താഴെ പറയുന്ന നോക്കാം, എന്തൊക്കെയോ പ്രസ്താവന പറയുന്നുണ്ട്. 5ൻ്റെ ഗുണിതമാകാനുള്ള സാധ്യത 1/5 ആണെന്ന്. 5ൻ്റെ ഗുണിതമാകാനുള്ള സാധ്യത 1/5 ആണെന്ന് പറയുന്നു. ഓക്കെ, അതിന് സാധ്യത കാണുന്നത് എങ്ങനെയാണെന്ന് അറിയണം മക്കളെ. സാധ്യത കാണുന്നത് എങ്ങനെയാണ്? സാധ്യത അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അനുകൂല ഫലങ്ങളുടെ എണ്ണം മക്കളെ, അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. പറ മക്കളെ, അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. പറ, അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. പറ, അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. പറ മക്കളെ, അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. മക്കളെ, അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. നമ്പർ ഓഫ് ഫേവറബിൾ മക്കളെ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ്. നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ്.
നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ്. ഓക്കെ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ്. ശരി, അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം. ഒരു പെട്ടിയിൽ മക്കളെ 1 മുതൽ 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പേപ്പർ കഷ്ണമെടുത്താൽ ഒന്നാമത്തെ ചോദ്യം അത് 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. അപ്പോൾ എപ്പോഴും ഈ പെട്ടിക്കകത്ത് മക്കളെ നമ്മൾ ഏത് കഷ്ണം എടുത്താലും ഇവിടുത്തെ ടോട്ടൽ ഔട്ട്കംസ് എത്ര ആയിരിക്കും? ഇവിടെ ആകെ ഫലങ്ങളുടെ എണ്ണം എത്ര? 1 മുതൽ 50 വരെ എഴുതിയിരിക്കുന്ന പെട്ടിയിൽ നിന്നും നമ്മൾ എന്തിനു വേണ്ടി കഴിയിട്ടാലും അത് 5ന്റെ ഗുണിതം കിട്ടാനും അഭാജ്യ സംഖ്യ കിട്ടാനും 3ന്റെ ഗുണിതം കിട്ടാനും ഭാജ്യ സംഖ്യ കിട്ടാനോ എന്ത് കിട്ടാനോ, മൊത്തം ഇവിടെ 1 മുതൽ 50 വരെ മൊത്തം 50 പേപ്പർ കഷ്ണങ്ങളുണ്ട്. അതുകൊണ്ട് 50 താഴെ. അതായത് ടോട്ടൽ ഔട്ട്കംസിൻ്റെ എണ്ണം എപ്പോഴും ഈ പെട്ടിയെ സംബന്ധിച്ച് 50. ഈ പെട്ടിയെ സംബന്ധിച്ച് എപ്പോഴും ആകെ ഫലങ്ങളുടെ എണ്ണം 50. ഈ പെട്ടിയെ സംബന്ധിച്ച് എപ്പോഴും ആകെ ഫലങ്ങളുടെ എണ്ണം 50. മനസ്സിലായോ? ശരി, ഇനി നമ്മുടെ ആവശ്യം 5ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത. അപ്പോൾ 5ന്റെ ഗുണിതങ്ങളുടെ എണ്ണമാണ് നമ്മുടെ അനുകൂല ഫലം. നമുക്ക് വേണ്ടത് 5ന്റെ ഗുണിതം കിട്ടണം. എങ്കിൽ 5ന്റെ ഗുണിതങ്ങളുടെ എണ്ണം നമ്പർ ഓഫ്, അതായത് അനുകൂല ഫലങ്ങളുടെ എണ്ണം മുകളിൽ എഴുതണം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അനുകൂലം എന്തുവാ? 5ന്റെ ഗുണിതം. അപ്പം അതിൻ്റെ എണ്ണം പറയണം മുകളിൽ. അപ്പോൾ 1 മുതൽ 50 വരെ എത്ര 5ന്റെ ഗുണിതം ഉണ്ടെന്ന് നോക്കണം. നമുക്കറിയാം 5, 10, 15, 20, 25, 30, 35, 40, 45, 50. 10 എണ്ണം. എങ്കിൽ 50ൽ 10 എന്ന് വരും. വെട്ടിക്കളയാം, 1/5 എന്ന് വരും. അതായത് അവർ പറയുന്നു ഒന്നാമത്തെ ചോദ്യം എന്താ? 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത മക്കളെ, 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത 1/5 ആണെന്ന് പറയുന്നു. അത് ശരിയാ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാ. രണ്ടാമത്തെ പ്രസ്താവന അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത 0.3 ആണെന്ന്. 0.3 മക്കളെ, വെറും 3 അല്ല, 0.3. അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത 0.3 ആണെന്ന്. അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത 0.3 ആണെന്ന്. അപ്പം നിങ്ങൾ പറ, ഇവിടെ 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് അഭാജ്യ സംഖ്യകളുടെ കോഡ് 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ കോഡ് ഇങ്ങനെയാണ്: 44, 22, 322, 321. പറ മക്കളെ, അഭാജ്യ സംഖ്യകളുടെ എണ്ണം കാണുന്ന കോഡ് എന്താ? 44, 22, 322, 321. പറ, പഠിക്കാൻ എളുപ്പമാ. 44 അതിൻ്റെ നേർപകുതി 22. ആ 22ൻ്റെ ഫ്രണ്ടിൽ 3 ചേർത്ത് 322, പിന്നെ 321. പറ, 44, 22, 322, 321. പറ, 44, 22, 322, 321. പറ, 44, 22, 322, 321. അതായത് ഓരോ 10 നമ്പേഴ്സിൻ്റെയും മക്കളെ, ഓരോ 10 നമ്പേഴ്സിൻ്റെയും ഇടയിലുള്ള പ്രൈം നമ്പറുകളുടെ എണ്ണമാണിത്. ഓക്കെ, ഓരോ 10 നമ്പേഴ്സിൻ്റെയും ഇടയിൽ വരുന്ന പ്രൈം നമ്പറുകളുടെ, അതായത് അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് മക്കളെ ഇത്. കണ്ടോ? ഒന്നുമില്ല, കോഡെന്ന് പറഞ്ഞേ 44, 22, 322, 321. ഒന്നുകൂടെ പറ, 44, 22, 322, 321. എങ്കിൽ 1 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ മക്കളെ 4. 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള അഭാജ്യ സംഖ്യ എണ്ണം 4. 20ൻ്റെയും 30ൻ്റെയും ഇടയിലുള്ള അഭാജ്യ സംഖ്യ എണ്ണം 2. 30 മുതൽ 40 വരെ 2, 40 മുതൽ 50 വരെ 3. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ പെട്ടിയിൽ കൈയിട്ടാൽ മൊത്തം നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ് 50. 50ൽ നമുക്ക് വേണ്ടത് രണ്ടാമത്തെ എന്താ? പ്രൈം നമ്പർ കിട്ടണം, അഭാജ്യ സംഖ്യ കിട്ടണം. എങ്കിൽ 1 മുതൽ 50 വരെ പെട്ടിക്കകത്തുള്ളത്. അപ്പോൾ എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ മക്കളെ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ? മതി. 4 4 8, 8 എണ്ണം 10, 10 2 12, 12 3 15. അപ്പം 15/50 എന്ന് വരും. ഓക്കെ, 15/50 ശരിയല്ലയോ? നമുക്ക് വേണ്ടത് പ്രൈം നമ്പറുകളുടെ എണ്ണം. 15. 15 ഡിവൈഡ് ബൈ താഴെ മൊത്തം 50. 5 കൊണ്ട് വെട്ടാം. വെട്ടുമ്പം 3/10 എന്ന് വരും. 3/10. അവർ പക്ഷേ കൊടുത്തിരിക്കുന്നത് എങ്ങനെ മക്കളെ? അവർ 3/10 എന്നല്ല, പോയിന്റിലാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. 3/10 പോയിന്റ് ആക്കാൻ മക്കളെ 3 10 കൊണ്ട് ഹരിക്കും 0.3 വരുമല്ലോ. വരും, 0.3 വരും. എങ്കിൽ പറ, രണ്ടാമത്തെ ചോദ്യം അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യതയും മക്കളെ 0.3 ആണ്. ഓപ്ഷൻ ബിയും അല്ലെങ്കിൽ 2 പ്രസ്താവനയും ശരിയാണ്. 2 പ്രസ്താവനയും ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കണേ. അഭാജ്യ സംഖ്യകളുടെ എണ്ണം
നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വാ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. ഒരു ഇൻ്റർവ്യൂവിൽ ഒരേപോലെ യോഗ്യരായ 8 പേരുണ്ട്. എന്നാൽ കമ്പനിക്ക് തൽക്കാലം 3 പേരെ മാത്രമേ നിയമിക്കേണ്ടൂ. എങ്കിൽ എത്ര വിധം തിരഞ്ഞെടുക്കാം? ഇതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. എടാ, ഒരു ഇൻ്റർവ്യൂവിൽ ഒരുപോലെ 8 പേര് ഒരേ ക്വാളിഫിക്കേഷൻ മാർക്കും എല്ലാവരും ഒരേപോലെ പങ്കെടുത്ത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ കമ്പനിയിൽ ആകെപ്പാടെ 3 വേക്കൻസിയേ ഉള്ളൂ. 3 വേക്കൻസിയിൽ ഈ 8 പേരെ എത്ര വിധത്തിൽ തിരഞ്ഞെടുക്കാം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ PSC നേരത്തെയൊക്കെ ചോദിക്കുന്ന അറിയാമായിരുന്നു, 5 പേരെ ഒരു വൃത്തത്തിൽ എത്ര രീതിയിൽ ഇരുത്താമെന്ന്. 5 പേരെ ഒരു വൃത്തത്തിൽ, എടാ വൃത്തത്തിൽ ഒരു 5 പേരെ എങ്ങനെയൊക്കെ ഇരുത്താമെന്ന്. എടാ, ഇവിടെ A ഇരുത്താം, ഇവിടെ B, ഇവിടെ C, ഇവിടെ D, ഇവിടെ E എന്നിരുത്താം. അതേപോലെ ഇവിടെ A തിരിച്ച് ഇവിടെ B, ഇവിടെ C, ഇവിടെ D, ഇവിടെ E എന്നിരുത്താം. അതേപോലെ ഇവിടെ A, ഇവിടെ B, ഇവിടെ D, ഇവിടെ C, ഇവിടെ E എന്നിരുത്താം. അങ്ങനെ ഒരുപാട് രീതി ഇരുത്താം മക്കളെ, പല വിധത്തിൽ ക്രമപ്പെടുത്തായിരുന്നു. എന്നാൽ ഇവിടുത്തെ ചോദ്യം അങ്ങനല്ല, ക്രമീകരണമല്ല, പകരം സെലക്ഷൻ എത്ര വിധത്തിൽ തിരഞ്ഞെടുക്കാം. സെലക്ഷൻ മക്കളെ, സെലക്ഷൻ. ഓക്കെ, സെലക്ഷൻ ആണ് ചോദിക്കുന്നത്. അവിടെ മക്കളെ പെർമ്യൂട്ടേഷൻ മീൻസ്, നമ്മൾ ഈ പാഠം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, 5 പേരെ ഒരു വൃത്തത്തിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം. ക്രമീകരണം, അറേഞ്ച്മെന്റ്. എന്നാൽ ഇവിടെ 8 പേരിൽ നിന്നും 3 പേരെ എങ്ങനെ തിരഞ്ഞെടുക്കാം. 8 പേരിൽ നിന്നും 3 പേരെ എങ്ങനെ തിരഞ്ഞെടുക്കാം. 8 പേരിൽ നിന്നും നമുക്ക് 3 പേരെ മതി, അത് എത്ര വിധത്തിൽ തിരഞ്ഞെടുക്കാം. എന്നാൽ അവിടെ 5 പേരെ എത്ര വിധത്തിൽ ക്രമീകരിക്കാം. 5 പേരെ ഒരു വൃത്തത്തിൽ അല്ലെങ്കിൽ ഒരു വരിയിൽ എത്ര വിധത്തിൽ ക്രമീകരിക്കാം. അത് ക്രമീകരണം. നമ്മുടെ പാഠത്തിന്റെ പേര് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന വാക്കിന്റെ അർത്ഥം അറേഞ്ച്മെന്റ്. ഓക്കെ, അറേഞ്ച്മെന്റ്. എന്നാൽ കോമ്പിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സെലക്ഷൻ. അപ്പോൾ ആൾക്കാരെ എത്ര വിധത്തിൽ ഇരുത്താന്നൊക്കെ ചോദിച്ചാൽ മക്കളെ അത് അറേഞ്ച്മെന്റ് ആണ്. എത്ര വിധത്തിൽ തിരഞ്ഞെടുക്കാന്ന് ചോദിച്ചാൽ അത് സെലക്ഷൻ ആണ്. അപ്പം കേട്ടോ, നിങ്ങൾ ഇത്രയേ ഉള്ളൂ. n ആളുകളിൽ നിന്നും മക്കളെ, n ആളുകളിൽ നിന്നും r എന്ന എണ്ണം, r സ്മോൾ ലെറ്റർ r ആളുകളെ തിരഞ്ഞെടുക്കുന്ന വിധം. n ആളുകളിൽ നിന്നും r ആളുകളെ തിരഞ്ഞെടുക്കുന്ന മാർഗം ഇങ്ങനെയാണ്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. കാണാതെ പഠിച്ചോ. n ആളുകളിൽ നിന്നും r ആളുകളെ തിരഞ്ഞെടുക്കുന്ന മാർഗം. n ആളുകളിൽ നിന്നും r ആളുകളെ തിരഞ്ഞെടുക്കുന്ന മാർഗം. n ആളുകളിൽ നിന്നും r ആളുകളെ തിരഞ്ഞെടുക്കുന്ന മാർഗം. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. പറ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. പറ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. പറ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഒരു 3 വട്ടം കൂടെ പറ. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഒന്നുകൂടെ പറ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ലാസ്റ്റ് മൂന്നാമത്തെ വട്ടം, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ പറ, n ആളുകളിൽ നിന്നും, n എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ 8 പേരാണ്. 8 പേരിൽ നിന്നും 6 ആളുകളെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ 3 ആളുകളെ തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സമവാക്യം എന്തായിരുന്നു? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ എന്താ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? ആ സംഖ്യ തൊട്ട് 1 വരെ നിരത്തി എഴുതി ഗുണിക്കുന്നേ, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താ ഇവിടെ n എന്ന് പറഞ്ഞാൽ മക്കളെ 8ന്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞാൽ ഇവിടെ 3ന്റെ ഫാക്ടോറിയൽ ഇൻറ്റു 8 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. n എന്ന് പറഞ്ഞാൽ 8, 8ൽ നിന്ന് 3 കുറച്ചാൽ മക്കളെ 5ന്റെ ഫാക്ടോറിയൽ എന്ന് വരും. ശരി, വളരെ സിമ്പിളാണ്. അപ്പോൾ 8ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു താഴോട്ട് 1 വരെ 7 ഇൻറ്റു 6 ഇൻറ്റു ബാക്കി 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഞാൻ 5ന്റെ ഫാക്ടോറിയൽ നിന്ന് എഴുതുക. എടാ, ഇനി അങ്ങോട്ട് താഴോട്ട് കിടക്കുന്ന 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതിനെ 5ന്റെ ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ 3ന്റെ ഫാക്ടോറിയലിനെ 3 ഇൻറ്റു 2 ഇൻറ്റു 1 എഴുതാം. ഇൻറ്റു 5ന്റെ ഫാക്ടോറിയലിനെ അങ്ങനെ തന്നെ എഴുതാം. 5ന്റെ ഫാക്ടോറിയൽ നിന്ന് തന്നെ കണ്ണു അടച്ചപ്പോൾ 5ന്റെ ഫാക്ടോറിയലും 5ന്റെ ഫാക്ടോറിയലും വെട്ടാം മക്കളെ. അതുകൊണ്ടാണ് ഞാൻ ബാക്കി അത് എഴുതാഞ്ഞത്.
മനസ്സിലായോ? ശരി, ഇതാ 3 × 2 എന്ന് പറഞ്ഞാൽ 6. 3 × 2 6. മുകളിലത്തെ 6 വെട്ടി. ഇനി വെട്ടാനൊന്നുമില്ല. 7 8 56. 56 നമ്മുടെ ശരി ഉത്തരം. അതായത് എങ്കിൽ 8 ആളുകളിൽ നിന്നും 3 ആളുകളെ മക്കളെ 56 രീതിയിൽ തിരഞ്ഞെടുക്കാം. 56 വിധം തിരഞ്ഞെടുക്കാം. നമ്മുടെ ഉത്തരം 56 ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് കരുതട്ടെ. അപ്പോൾ പറ, ഒന്നുകൂടെ പറ. n ആളുകളിൽ നിന്നും 6 ആളുകളെ തിരഞ്ഞെടുക്കുന്ന വിധം പറ. അതായത് നമുക്ക് ചിലപ്പോൾ എന്താ ഒരു കമ്മിറ്റിയിൽ 10 ആളുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നിന്ന് 3 പേരെ മാത്രമേ നമുക്ക് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ്സ് ആക്കാൻ പറ്റത്തുള്ളൂ. 10 പേരിൽ നിന്ന് 3 പേരെ എത്ര വിധത്തിൽ എക്സിക്യൂട്ടീവ്സ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ ചോദിക്കും. അതേപോലെ ഒരു ക്ലാസ്സിലെ 20 പേരിൽ നിന്നും അല്ലെങ്കിൽ ഒരു 5 കുട്ടികളിൽ നിന്നും 2 പേരെ ലീഡറാക്കണം, എത്ര വിധം തിരഞ്ഞെടുക്കാം എന്ന് ചോദിക്കും. അപ്പോൾ 5 പേരിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കുന്ന വിധം, 8 പേരിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുക്കുന്ന വിധം. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് മക്കളെ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകട്ടെ മക്കളെ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 2/n + 4/n + 6/n + എക്സെട്ര + n/n. ഞാൻ എന്താ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധം ഒന്ന് മാറ്റി എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഇത് തന്നെയാണിത്. ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ ഉണ്ട് n+1, n-1, n × n+1, n × n-1. ഒന്നുമില്ല. നമുക്കറിയാം ഒരേ ചേരമുള്ള ഭിന്നസംഖ്യകളാണ്. എടാ എല്ലാവരും ഒരേ ചേരമുള്ള ഭിന്നസംഖ്യകളാണ്. ഒരേ ചേരമുള്ള ഭിന്നസംഖ്യകളെ കൂട്ടുന്ന എങ്ങനെ? അത് പഠിച്ചാൽ മതി. എല്ലായിടത്തും n ആണ് ചേരം, ഡിനോമിനേറ്റർ. എല്ലായിടത്തും n ആണ് ചേരം. അപ്പോൾ നമുക്കറിയാം ചേരം നമ്മൾ അതേപോലെ എഴുതും. ശരിയാണോ? ചേരം അങ്ങനെ തന്നെ എഴുതും. എന്നിട്ട് അംശങ്ങളെ തമ്മിൽ കൂട്ടാറല്ലേ പതിവ്? അത് തന്നെയാണ് മാർഗം. അപ്പോൾ ഇവിടെ കൂട്ടുമ്പം മക്കളെ അംശങ്ങൾ 2 + 4 + 6 + അങ്ങനെ പോയി n വരെ. ശരിയാണോ? എടാ മുകളിൽ 2 4 6 8 10 12 14 16 അങ്ങനെ പോയി n വരെ. താഴെ ഒരു n ഉണ്ട്. എടാ ഒരേ ചേരമുള്ള ഭിന്നസംഖ്യകളെ കൂട്ടാൻ ചേരം അങ്ങനെ തന്നെ എഴുതും. n അങ്ങനെ തന്നെ. എന്നിട്ട് 2 4 6 8 10 അങ്ങനെ കൂട്ടി n വരെ. ഇനി നിങ്ങൾ പറ, ഈ മുകളിൽ കിടക്കുന്നവർ ഏത് രൂപത്തിലാണ്? മുകളിൽ കിടക്കുന്നവർ 2 4 അങ്ങനെ തുടങ്ങി n വരെ. എടാ n വരെയുള്ള ഇരട്ട സംഖ്യകളല്ലേ? n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക എന്നല്ലേ? 2 4 6 8 10 എന്ന് പോയി. എടാ എന്ന് പോയി n വരെ എന്ന് പറഞ്ഞാൽ 2ൽ തുടങ്ങി n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക, നടുക്ക് പ്ലസ് ഉണ്ട്. n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക, നടുക്ക് പ്ലസ് ഉണ്ട്. തുക n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. എങ്കിൽ മക്കളെ ഈ ഒരു സ്ഥാനം നമുക്ക് റീപ്ലേസ് ചെയ്യാം. പകരം ആ n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന സമവാക്യം അങ്ങ് എഴുതിക്കൂടെ? എഴുതാം. 2 മുതൽ n വരെയുള്ള സംഖ്യകളുടെ തുക കാണുക എന്ന് പറഞ്ഞാൽ ആ തുക കാണുന്ന സമവാക്യം മക്കളെ n × n+1. അതായത് ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന മാർഗം. എടാ 2 മുതൽ n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന മാർഗം n × n+1. 2 മുതൽ n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന മാർഗം n × n+1. അപ്പോൾ ഇത്രയും സ്ഥാനത്തിനെ ഞാൻ മാറ്റി n × n+1 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ മക്കളെ താഴെ ഒരു n ഉണ്ട്. കണ്ണു അടച്ച് താഴത്തെ ഒരു n മുകളിലത്തെ n ഗുണിച്ചേക്കുക. മുകളിൽ വെട്ടാം. നമ്മുടെ ഉത്തരം n+1. എടാ നമ്മുടെ ഉത്തരം n+1 കഴിഞ്ഞ്. ദാ ഓപ്ഷനെ, അതാണ് ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? എടാ അങ്ങനെയാണെങ്കിലേ ദാ ഒന്നാലോചിച്ച് നോക്കി. 1/n + 3/n + 5/n + എക്സെട്ര +n/n. ഇതിൻ്റെ വില എത്ര ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: P(n) = n³ + 3n² + 3n ആയാൽ P(n+1)ൻ്റെ വില എത്ര? ഇതാണ് ചോദ്യം. 4 ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. വായിച്ച് സമയം കളയുന്നില്ല. 2006 സ്റ്റോർ കീപ്പറിന് ചോദിച്ച ചോദ്യമാണ് മകളെ. ഒന്നുമില്ല. P(n)ൻ്റെ വില തന്നിട്ടുണ്ട്. നോക്കിയേ. എടാ P(n)ൻ്റെ വിലയുണ്ട്. P(n)ൻ്റെ വില എത്രയാ? n³ + 3n² + 3n ആയാൽ P(n+1)ൻ്റെ വില എന്ന് പറഞ്ഞാൽ P(n) എന്നിട്ട് സാധാരണ P(2) എത്ര, P(3) എത്ര, P(4) എത്ര, P(-1) എത്ര അല്ലേ? ഓർമ്മയില്ലേ? P(-1) എത്ര അല്ലെങ്കിൽ P(2) എത്ര എന്നൊക്കെ ചോദിക്കും. ശരിയല്ലയോ? അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? ഈ 2ൻ്റെ വില അല്ലെങ്കിൽ ഈ -1 എന്ന സംഖ്യ
n കൊടുത്ത് എല്ലാ സ്ഥാനത്തും കൊടുക്കും അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ പി ഓഫ് 2 കണ്ടുപിടിക്കാൻ പറയുമ്പം പി ഓഫ് n എന്നിട്ട് പി ഓഫ് 2 കണ്ടുപിടിക്കാൻ പറയുമ്പം ഈ ഇതാ എൻ്റെ സ്ഥാനത്ത് 2 അല്ലേ എഴുതി, എന്നിൻ്റെ സ്ഥാനത്ത് 2, ഇതാ എന്നിൻ്റെ സ്ഥാനത്ത് 2 എഴുതിയേക്കുന്നത് കണ്ടോടാ. എടാ എന്നിൻ്റെ സ്ഥാനത്ത് 2 വന്നു, എന്നിൻ്റെ സ്ഥാനത്ത് 2 വന്നെങ്കിൽ n കൊടുത്തിരിക്കുന്ന എല്ലായിടത്തും 2 വരണം എങ്കിൽ n ക്യൂബിന് പകരം 2ൻ്റെ ക്യൂബ് പ്ലസ് 3n സ്ക്വയറിന് പകരം 3 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനം 2, അപ്പോൾ 2ൻ്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇങ്ങനെ എഴുതുമായിരുന്നു. ശരിയാണോ? എടാ പി ഓഫ് -1ൻ്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, പി ഓഫ് -1 ഇങ്ങനെ എഴുതും ഈക്വൽ ടു, അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്തല്ലേ -1 വന്നിരിക്കുന്നത്, ആണ്. എന്നിൻ്റെ സ്ഥാനത്ത് -1 വന്നാൽ n കൊടുത്തിരിക്കുന്ന എല്ലായിടത്തും -1 ചേർക്കും, അപ്പം -1ൻ്റെ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു -1 അല്ലേ എഴുതുമായിരുന്നു. ഇപ്പം മക്കളെ തൽസ്ഥാനത്ത് എന്താണ് വന്നിരിക്കുന്നത് നോക്ക്. തൽസ്ഥാനത്ത് ഇപ്പം എന്താണ് വന്നിരിക്കുന്നത്? തലസ്ഥാനത്തല്ല, തൽസ്ഥാനത്ത്, അതായത് ആ സ്ഥാനത്ത് എന്താണ് വന്നിരിക്കുന്നത് പറയൂ. പി ഓഫ് n+1. അപ്പോൾ കണ്ടുപിടിക്കണം മക്കളെ, പി ഓഫ് n+1ൻ്റെ വിലയാണ് അല്ലേ. അതായത് n വരേണ്ട സ്ഥാനത്ത് n+1 വന്നിരിക്കുമോ, n വരേണ്ട സ്ഥാനത്ത് മക്കളെ n+1 വന്നിരിക്കുമോ, n വരേണ്ട സ്ഥാനത്ത് n+1. അപ്പോൾ n കൊടുത്തിരിക്കുന്ന എല്ലായിടത്തും നമ്മൾ എന്ത് കൊടുക്കണം, n+1 കൊടുക്കണം. n വന്നിരിക്കുന്ന എല്ലാ സ്ഥാനത്തും നമ്മൾ എന്ത് കൊടുക്കണം മക്കളെ, n+1 കൊടുക്കണം. n വരുന്ന എല്ലാ സ്ഥാനത്തും മക്കളെ n+1 കൊടുക്കണം. അപ്പോൾ എങ്ങനെ എഴുതും നോക്ക്, എന്നിൻ്റെ സ്ഥാനത്ത് n+1 എഴുതും, n+1 ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എന്നിൻ്റെ സ്ക്വയറിന് പകരം n+1ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു n+1 അല്ലേ. ഇങ്ങനെ വരും. ഇച്ചിരി വലിയ എക്സ്പാൻഷനാണ്, ഇച്ചിരി വലിയ സാധനമാണ്. ഓക്കെ മക്കളെ, എന്നിൻ്റെ പകരം ദാ n+1 കൊടുത്തു, അപ്പോൾ n ക്യൂബിന് പകരം n+1ൻ്റെ ക്യൂബ്, n സ്ക്വയറിന് പകരം n+1ൻ്റെ സ്ക്വയർ, എന്നിന് പകരം n+1. ശരി, ഇനി നിങ്ങൾ അറിയേണ്ടത് എടാ ഇത് a + b ദ ഹോൾ ക്യൂബ് എന്ന രൂപത്തിലാണ്, a + b ദ ഹോൾ ക്യൂബ് എന്ന രൂപത്തിലാണ്. ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ്. ഒന്നുകൂടെ പറയാം. എടാ a + b ദ ഹോൾ ക്യൂബിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ് അല്ലേ. ഒന്നുകൂടെ പറ, a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ്. അതേപോലെ a + b ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, അത് a² പ്ലസ് 2ab പ്ലസ് b². ഇതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ 2 ഐഡൻറ്റിറ്റി അവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, n+1ൻ്റെ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അപ്പം a + b ആണ്. അപ്പോൾ ആദ്യം n ക്യൂബ് പ്ലസ് 3a² b വരത്തില്ലേ മക്കളെ, 3a². അപ്പോൾ 3 ഇൻറ്റു n², b ഉണ്ട്, b എന്ന് പറഞ്ഞാൽ 1 തന്നെ, അപ്പോൾ 3n² എന്ന് വരും. ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ, 3 എഴുതി, a² സ്ഥാനത്ത് n-ൻ്റെ സ്ക്വയർ എഴുതി, ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 1 എഴുതണ്ട, പ്ലസ് അടുത്ത 3ab² വരണ്ടേ, 3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് മക്കളെ എയുടെ സ്ഥാനത്ത് n പ്ലസ് b², ബിയുടെ സ്ഥാനത്ത് 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, അത് എഴുതണോ വേണ്ട, ഗുണിക്കുക, 3 ഇൻറ്റു n ഇൻറ്റു 1 വരും, എഴുതണ്ട. അപ്പം a ക്യൂബ് എഴുതി, 3a² b എഴുതി, 3ab² എഴുതി, പ്ലസ് b ക്യൂബ്, ബിയുടെ സ്ഥാനത്ത് 1 അല്ലയോ, അപ്പോൾ 1ൻ്റെ ക്യൂബ്. ഓക്കെ ആണേ. ഒന്നുകൂടെ നോക്ക്, a ക്യൂബ് എന്ന് പറഞ്ഞാൽ n ക്യൂബ് പ്ലസ് 3a², അപ്പോൾ 3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് n ആണ്, അപ്പോൾ n² ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 1 ആണ്, അപ്പോൾ 1 വരും, 1 എഴുതിയില്ലെങ്കിലും കാര്യമില്ല. അടുത്ത 3ab², 3 എഴുതി, a എഴുതി, n, b എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയറാണ്, അപ്പോൾ 3 ഇൻറ്റു n ഇൻറ്റു 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3n തന്നെ വരും, പ്ലസ് b ക്യൂബ്. ക്ലിയർ? ഓക്കെ. ഇനി മക്കളതാ ഈ പ്ലസ് എഴുതുവാണേ, പ്ലസ് ആണെങ്കിൽ ഇവിടെ എഴുതുക, മാറ്റി എഴുതുക, 3 ഇൻറ്റു ഇത് a + b ദ ഹോൾ സ്ക്വയർ, അപ്പോൾ നമുക്കറിയാം a², അതായത് n². ഓക്കെ, n², ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ, n², കാര്യം ബ്രാക്കറ്റിലേത്, പ്ലസ് 2ab, 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് മക്കളെ n, ബിയുടെ സ്ഥാനത്ത് 1, അപ്പോൾ 2n എന്ന് വരും, പ്ലസ് b² എന്ന് പറഞ്ഞാൽ മക്കളെ 1 തന്നെ അല്ലേ, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ഓക്കെ, പ്ലസ് അതും കഴിഞ്ഞു. അടുത്ത ബാക്കി എന്താ മക്കളെ, പ്ലസ് ബാക്കി എന്താ, 3 ഇൻറ്റു n+1. ഓക്കെ ആണേ.
അപ്പോൾ 3 × n + 1 നമുക്ക് ഇവിടെ തന്നെ കയറ്റി അകത്ത് ഗുണിച്ചങ്ങ് എഴുതാം. 3-നകത്തോട്ട് ഗുണിയും മക്കളെ 3n + 3 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് അകത്തോട്ട് ഗുണിച്ചൊന്ന് എഴുതാം മക്കളെ. അപ്പോൾ എന്ത് വരും? n³ + 3n² + 3n + 1ൻ്റെ ക്യൂബ് 1 തന്നെ പ്ലസ് ഈ 3-നകത്തോട്ട് ഗുണിയും മക്കളെ 3n² + 3 2 6n പ്ലസ് ഒരു 3 3 പ്ലസ് വീണ്ടും 3n + 3 അല്ലേ? ഇത്രയും വരും. ഇവിടെ മക്കളെ n³ ആകെപ്പാടൊരെണ്ണേ ഉള്ളൂ. അപ്പോൾ n³ അങ്ങ് എഴുതി. ഇവിടെ ഒരു പ്ലസ് 3n² ഉണ്ട്, ഇവിടെയും പ്ലസ് ഒരു 3n² ഉണ്ട്. അപ്പോൾ 2 3n² ആകുമ്പം 3n² പ്ലസ് ആണ് 6n² എന്ന് വരും. 6n². ഇവിടെ ഒരു 3n ഉണ്ട്, ഇവിടെ ഒരു 6n ഉണ്ട്, രണ്ടും പ്ലസ്സാണ്. 3 6 9. ഇവിടെ ഒരു 3n ഉണ്ട്, 9 3 12. മൊത്തം പ്ലസ് തന്നെ. അപ്പോൾ 12n എന്ന് വരും. 12n. പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്, 3 ഉണ്ട്, 3 1 4, 4 3 7. അപ്പോൾ പ്ലസ് ഒരു 7 വരും. എല്ലാം പ്ലസ് തന്നെ. അപ്പോൾ മക്കളെ ഇനി ഇതിനെ ലഘൂകരിക്കാൻ പറ്റത്തില്ല. n³ + 6n² + 12n + 7 എന്ന് വരും. n³ ഇവിടെ 12n ആണ് കേട്ടോ മക്കളെ, 12n ആണ്. ഓക്കെ, n³ + 6n². മക്കളെ ടൈപ്പിംഗ് എററാണ് കേട്ടോ, ക്ഷമിക്കണേ. n³ + 6n². 6ൻ്റെ സ്ക്വയർ എന്നല്ല ഇവിടെ കേട്ടോ, 6ൻ്റെ സ്ക്വയർ എന്ന് കൊടുക്കത്തില്ലല്ലോ. എടാ 6n² എന്നാ കേട്ടോ, 6n². n³ + 6n² + 12n + 7. n³ + 6n². മക്കളെ ഇതാ ഇങ്ങനെയാണ്. n³ + 6n² + 12n + 7. ഇതാണ് റൈറ്റ് ആൻസർ. ഇതാണ് ഇതാ ഈ ഓപ്ഷൻ സി കേട്ടോ. ഓപ്ഷൻ സി ആണിത്. ഓപ്ഷൻ സി ആണ്. അവിടെ ടൈപ്പിംഗ് എററാണ്, ക്ഷമിക്കണേ. ഇതാണ് ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇച്ചിരി ചെയ്യാനുണ്ട്, നല്ല ചോദ്യമാണ്. അപ്പം നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ മക്കളെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇത്തരം ചോദ്യങ്ങൾ വരും. വീണ്ടും ഇതേപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളിലോട്ടെത്തും, ഞാൻ എത്തിക്കും. അപ്പം ആ ക്ലാസ്സുകൾ നിങ്ങളോട്ട് എത്താൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കൂടുതൽ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് മക്കളെ നമ്മുടെ ജീവൻ ടോൺ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ടും വരുന്ന പരീക്ഷ എളുപ്പമുള്ളതായി മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം ഈ ഒരു ക്ലാസ്സിൽ നിന്നും വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം വിശാഖ് പാവുമ്പ.